നമസ്കാരം. മഹാഭാരതത്തിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്തത് യുദ്ധം 12-ാം ദിവസമാണ്. അപ്പൊ ഈ 12-ാം ദിവസത്തെ യുദ്ധത്തിൽ സംശപ്തകർ എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ടായി. എന്താണ് ഈ സംശപ്തകർ എന്ന് പറഞ്ഞാൽ? അവര് അഗ്നി കൂട്ടി അതിന്റെ മുമ്പിൽ ശപഥം ചെയ്യും, ഞാൻ ഇന്നാരെ കൊല്ലും, അല്ലെങ്കിൽ ഞാൻ ഇന്ന തരത്തിൽ പ്രവർത്തിക്കും എന്ന് ശപഥം ചെയ്യും. അങ്ങനെ ശപഥം ചെയ്യുന്ന ആളുകളെയാണ് സംശപ്തർ എന്ന് പറയുന്നത്. സംശപ്തർ എന്നാണ്. അങ്ങനെ 12-ാം ദിവസത്തെ യുദ്ധമായി. ദ്രോണരാകെ അസ്വസ്ഥനായിരുന്നു. കാരണം അദ്ദേഹത്തിന് യുധിഷ്ഠിരനെ പിടിച്ചു കെട്ടാൻ കഴിഞ്ഞില്ല. പിടിച്ചു കെട്ടും എന്നുള്ള അവസ്ഥ വന്നപ്പോഴത്തേക്ക് അവിടേക്ക് അർജുനൻ എത്തുകയും അർജുനൻ ദ്രോണരെ തടയുകയും ചെയ്തു. അപ്പൊ അതിനകത്ത് വളരെ നിരാശയോടെ ദ്രോണർ നിൽക്കുന്ന സമയമാണ്. നാമമാത്രമായിട്ട് അദ്ദേഹം തലേ ദിവസം ഭക്ഷണം കഴിച്ചിട്ട് ദുര്യോധനന്റെ അടുത്തേക്ക് ചെന്നു. ദുര്യോധനം അസ്വാരസ്യത്തോടെയാണ് ദ്രോണരെ എതിരേറ്റത്. ദുര്യോധനൻ എപ്പോഴും അവന്റെ വിഭാഗം ജയിക്കണം, അതിലുള്ളവര് മറ്റ് പാണ്ഡവരെ കൊല്ലണം, അങ്ങനെ കൊന്നില്ലെങ്കിൽ അവരോടൊക്കെ നീരസവും വിരോധവും പ്രകടിപ്പിക്കുന്ന സ്വഭാവമായിരുന്നു. നമുക്ക് നേരത്തെ അറിയാം, ഓരോ ദിവസവും ഭീഷ്മരുടെ അടുത്തേക്ക് ഓടിച്ചെന്നിട്ട് അദ്ദേഹത്തിനോട് പിതാമഹ, അങ്ങ് പാണ്ഡവരോട് വാത്സല്യം കൂടുതലുള്ളത് കൊണ്ടല്ലേ ശരിക്കും യുദ്ധം ചെയ്യാത്തതെന്നൊക്കെ പറഞ്ഞ് എപ്പോഴും അദ്ദേഹത്തെ അസ്വസ്ഥതപ്പെടുത്തിയിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ദ്രോണർ ദുര്യോധനന്റെ അടുത്ത് ചെന്നപ്പോഴും ദുര്യോധനന് വളരെ അസ്വാരസ്യത്തോടെയാണ് അദ്ദേഹത്തെ എതിരേറ്റത്. അത് മാത്രമല്ല, അവൻ വളരെ നിരാശനും അസന്തുഷ്ടിതനുമായിരുന്നു. ദ്രോണർ പറഞ്ഞു, ദുര്യോധന, അർജുനൻ രക്ഷിച്ചില്ലെങ്കിൽ മാത്രമേ എനിക്ക് യുധിഷ്ഠിരനെ പിടിച്ചു കെട്ടാൻ കഴിയുകയുള്ളൂ. അപ്പോ ഞാൻ ആദ്യവും അത് പറഞ്ഞു, അർജുനൻ കൂടെ ഇല്ലെങ്കിൽ മാത്രമേ യുധിഷ്ഠിരനെ പിടിച്ചു കെട്ടാൻ കഴിയൂ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് എന്റെ പ്രതിജ്ഞയ്ക്ക് യാതൊരു ഭംഗവും വന്നിട്ടില്ല. നാളെ അർജുനൻ സംരക്ഷകനായി ഉണ്ടായാൽ യുധിഷ്ഠിരനെ പിടിച്ചു കെട്ടാൻ പ്രയാസമാകും. അതുകൊണ്ട് അർജുനനെ പോരിന് വിളിച്ച് പ്രധാന പോർക്കളത്തിൽ നിന്ന് വെളിയിലേക്ക് കൊണ്ടുപോകുന്ന പക്ഷം നമുക്ക് സുഗമമായി യുധിഷ്ഠിരനെ പിടിച്ചു കെട്ടാൻ കഴിയും. അപ്പോ ത്രിഗർത്ത രാജാവായ സുശർമ്മൻ ആചാര്യന്റെ വാക്ക് കേട്ടു. അവനും അവന്റെ 5 സഹോദരന്മാരും കൂടി മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ അർജുനനെ ഒറ്റയ്ക്ക് പോരിനെ വിളിച്ച് പോർക്കളത്തിന്റെ തെക്കുഭാഗത്തേക്ക് കൊണ്ടുപോകാം. ഇത് കേട്ട് മാളവിക ദേശക്കാരും നാരായണ സൈന്യവും മറ്റു ചിലരും തങ്ങളും അർജുനനെ പ്രത്യേകം പോരിന് വിളിക്കാൻ സന്നദ്ധരാണെന്ന് അറിയിച്ചു. അതനുസരിച്ച് സുശർമ്മന്റെ നേതൃത്വത്തിൽ കുറച്ചു വീരന്മാരും സഹസ്രക്കണക്കിനുള്ള അവരുടെ അണികളും കൂടി അപ്പോൾ തന്നെ ഒരു അഗ്നികുണ്ട ഉണ്ടാക്കി. എന്നിട്ട് ആ അഗ്നി സാക്ഷിയായി ഇപ്രകാരം സത്യം ചെയ്തു, നാളെ ഞങ്ങൾ അർജുനനെ കൊന്നല്ലാതെ പോർക്കളത്തിൽ നിന്ന് മടങ്ങി പോരുന്നതല്ല. അങ്ങനെ യുദ്ധത്തിൽ നിന്ന് പിന്തിരികയില്ലെന്ന് സത്യം ചെയ്യുന്നവരെയാണ് സംശപ്തകർ എന്ന് പറയുന്നത്. ഈ അപ്രതീക്ഷിത സംഭവത്തിൽ ദ്രോണർ വളരെയധികം സന്തോഷിച്ചു. കാരണം അർജുനനെ പോർക്കളത്തിൽ നിന്ന് ഒരുപാട് ദൂരേക്ക് മാറ്റി കൊണ്ടുപോയി കഴിഞ്ഞാൽ യുധിഷ്ഠിരനെ തനിക്ക് പിടിച്ചു കെട്ടാൻ എളുപ്പമാണ് എന്നുള്ള വിശ്വാസം കൊണ്ടാണ് അദ്ദേഹം സന്തോഷിച്ചത്. പിറ്റേ ദിവസം ഈ ചാവേർപ്പട നേരത്തെ പോർക്കളത്തിലെത്തി അർജുനനെ പോരിന് വിളിച്ചു. വീരവാദങ്ങളും അപഹാസ്യ വാക്കുകളും നിറഞ്ഞ അവരുടെ പോർവിളി കേട്ടപ്പോൾ അർജുനന്റെ രക്തം തിളച്ചു. അവൻ അത് കേട്ടുകൊണ്ടിരിക്കാൻ കഴിഞ്ഞില്ല. സംശപ്തകരോട് പോരാടാൻ ഫൽഗുനൻ യുധിഷ്ഠിരനോട് അനുവാദം ചോദിച്ചു. അപ്പൊ അർജുന അടുത്തില്ലെങ്കിൽ ദ്രോണൻ തന്നെ പിടിച്ചു കെട്ടുമെന്ന് ഭയന്ന യുധിഷ്ഠിരൻ അർജുനനെ അവന്റെ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോൾ അർജുനൻ പറഞ്ഞു, ശത്രുക്കൾ പോരിന് വിളിക്കുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കാൻ ഒരു ക്ഷത്രിയനും സാധ്യമല്ല. ഞാൻ സംശപ്തകരെ കൊന്നിട്ട് കഴിയുന്നത്ര വേഗത്തിൽ വരും. അതുവരെ സാത്യകി അങ്ങേ രക്ഷിക്കും. ദൃഷ്ടദ്യുമ്നന് അവിടെ ഉണ്ടാകും. അവനെ ജയിക്കാൻ ദ്രോണന് സാധ്യമല്ല. അങ്ങൊട്ടും പരിഭ്രമിക്കേണ്ട. ആത്മധൈര്യത്തോടെ പടയെ നയിച്ചാൽ മതി. ഗത്യന്തരമില്ലാതെ യുധിഷ്ഠിരൻ അർജുനനെ അനുഗ്രഹിച്ച് യാത്രയാക്കി. പടക്കളത്തിന് തെക്കുഭാഗത്താണ് ത്രിഗർത്ത രാജാവും അദ്ദേഹത്തിന്റെ സൈന്യങ്ങളും എല്ലാം അർജുനനോട് പോരാടാൻ ഒരുങ്ങി നിന്നത്. ഇത് പ്രധാന പടക്കളത്തിൽ നിന്നും വളരെ അകലെയാണ്. പാർത്ഥസാരഥി തെളിച്ച തേരിൽ കയറി സംശപ്തകരെ നേരിടാൻ അർജുനൻ എത്തി. അർജുനന് പോലും അത്ഭുതമുളവാക്കുന്ന രീതിയിലാണ് അവർ സൈന്യത്തെ സജ്ജമാക്കിയിരുന്നത്. കണക്കില്ലാത്ത തേരുകള്, ആനകള്, കുതിരകള്, കാലാൾ സൈന്യം,
അനവധി മഹാരഥന്മാർക്കൊപ്പം അണിനിരന്നിരുന്നു. അവർ ആർത്തു വിളിച്ച് ശംഖനാദവും പെരുമ്പറയും മുഴക്കി ഉത്സാഹഭരിതരായി നിൽക്കുന്നു. അർജുനൻ ഇത് കണ്ടപ്പോൾ ഭഗവാനോട് പറഞ്ഞു, ഇവരെല്ലാം ഉടൻ തന്നെ ഇന്ദ്രന്റെ അതിഥികളായി സ്വർഗത്തിലെത്തും. പോർക്കളത്തിൽ ശത്രുവിന്റെ ആയുധം കൊണ്ട് മരിക്കുന്നവന് സ്വർഗലബ്ധി നിശ്ചയമാണ്. കേശവ, അവരുടെ നടുക്കേക്ക് തന്നെ തേര് തെളിച്ചാലും. കൃഷ്ണൻ അർജുന രഥം സംശപ്തകരുടെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തി. അർജുനനെ കണ്ടപ്പോൾ തൃഗർത്ത സൈന്യം ആർത്തു വിളിച്ചു. യോദ്ധാക്കൾ അനേകം ഉണ്ടായിരുന്നതുകൊണ്ട് നാനാവശത്തു നിന്നും തെരുതെരെ ശരങ്ങൾ വർഷിക്കപ്പെട്ടു. എന്നാൽ അർജുനന്റെ ഗാന്ധീവ മഴ പൊഴിക്കുന്നത് പോലെ ശരവർഷം നടത്തി. അപ്പോ സംശപ്തകരുടെ ശരങ്ങളെല്ലാം അതിൽ ഒലിച്ചുപോയി. ശത്രു സൈന്യത്തിലെ അനവധി കാലാൾപ്പടയും ആനയും കുതിരകളും അർജുനന്റെ ബാണമേറ്റ് നിലം പതിച്ചു. അക്കൂട്ടത്തിൽ ത്രികർത്തന്മാരിൽ ഒരാളായ സുധന്വനും മരിച്ചു. നേരത്തെ പറഞ്ഞ ത്രികർത്ത രാജാവ്, അദ്ദേഹത്തിന് 5 സഹോദരന്മാരും ഉണ്ടായിരുന്നത്. അപ്പൊ അതിലൊരാളായ സുധധ്വനും മരിച്ചു. അതോടെ അവരുടെ ആവേശവും ക്രോധവും കൂടി. പലതരം ആയുധങ്ങൾ അവർ അർജുനന്റെ നേർക്ക് പ്രയോഗിക്കാൻ തുടങ്ങി. ഈ അവസരത്തിൽ അർജുനൻ വിശ്വകർമാസ്ത്രം എടുത്ത് ശത്രുക്കളുടെ നേരെ തൊടുത്തുവിട്ടു. ആ അസ്ത്രം വില്ലിൽ നിന്ന് തൊടുത്തു വിടേണ്ട താമസം ശത്രുക്കളുടെ ദൃഷ്ടിയിൽ അനേക അർജുനന്മാരെയും കൃഷ്ണന്മാരെയും കാണാൻ തുടങ്ങി. എന്ന് മാത്രമല്ല, ഓരോരുത്തരും മറ്റുള്ളവരെ അർജുനനായി കണ്ട് അർജുനനോട് ഏറ്റുമുട്ടുന്നു എന്ന വിശ്വാസത്തിൽ അവർ തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരോട് തന്നെ എതിരിടാൻ തുടങ്ങി. എന്നിട്ട് അവരെ പ്രഹരിക്കാനും കൊല്ലാനും തുടങ്ങി. കാരണം തന്നോട് എതിർക്കുന്നത് അർജുനനാണ് എന്നുള്ള ധാരണയിലാണ് അവര് നമ്മുടെ കൂടെ ഉള്ളവരോട് തന്നെ തിരിച്ച് എതിർത്ത് അവരെ കൊല്ലാനൊക്കെ തുടങ്ങി. ഇതൊക്കെ അർജുനന്റെ ശസ്ത്രപ്രഭാവം കൊണ്ട് ഉണ്ടായതാണെന്ന് ത്രികർത്ത രാജാവ് മനസ്സിലാക്കി. അദ്ദേഹം തന്റെ സൈന്യങ്ങളെ വീണ്ടും ഇണക്കാൻ ശ്രമിച്ചു. അവരെടുത്ത പ്രതിജ്ഞയെക്കുറിച്ച് അവരെ ഓർമ്മിപ്പിച്ചു. അവർ വീണ്ടും അർജുനനെ എതിർക്കാൻ തുടങ്ങി. ഉടനെ അർജുനൻ വ്യായവാസ്ത്രത്തെ തൊടുത്തുവിട്ടു. ഭയങ്കരമായ കൊടുങ്കാറ്റ് അവിടെ ചുറ്റിയ കാറ്റിൽ പലരും പറന്നുപോയി. എന്നിട്ടും സംശപ്തകർ യുദ്ധം തുടർന്നു. അർജുനനെ പ്രധാന പോർക്കളത്തിൽ നിന്ന് മാറ്റിയതറിഞ്ഞ് ദ്രോണരും കൗരവപ്പടയും ഗരുഡവ്യൂഹം ചമച്ചിരുന്നു. കൗരവ സൈന്യത്തെ എതിരിടാൻ അർദ്ധചന്ദ്രാകരമായ വ്യൂഹം ചമച്ച ദുഷ്ടദ്യുമ്നൻ പാണ്ഡവരുമായി മുന്നോട്ടു നീങ്ങി. ഇരുകൂട്ടരുമായി ഭയങ്കര യുദ്ധം തുടങ്ങി. അവിടെ വലിയ സങ്കല യുദ്ധം ഉണ്ടായി. സങ്കല യുദ്ധം എന്ന് പറഞ്ഞാൽ പരസ്പരം പോരടിക്കുന്ന, കൂട്ടത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും അമ്പെയ്യുന്ന ഒന്നുമല്ല, പരസ്പരം നേർക്ക് നേരെ നിന്നുള്ള യുദ്ധം ഉണ്ടാകുന്ന സങ്കര യുദ്ധം ഉണ്ടായി. ദ്രോണർ നോക്കിയപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന യുധിഷ്ഠിരനെ കാണുകയുണ്ടായി. ഇപ്പൊ തന്നെ യുധിഷ്ഠിരനെ പിടിച്ചു കെട്ടി ദുര്യോധനന്റെ മുമ്പിൽ എത്തിക്കാമെന്ന് വിചാരിച്ച് ദ്രോണരും പടയും അങ്ങോട്ട് നീങ്ങി. എന്നാൽ പാണ്ഡവ സൈന്യം യുധിഷ്ഠിരന് ചുറ്റും രക്ഷാവലയം തീർത്തിരുന്നു. വാശിയോടും ശക്തിയോടും കൂടി ഭയങ്കര യുദ്ധം നടന്നു. ദ്രോണർ അമ്പുകൾ അയച്ചുകൊണ്ടിരുന്നു. ഭടന്മാരെയും രാജാക്കന്മാരെയും കൊന്നു വീഴ്ത്തി. പാഞ്ചാലരിൽ പലരെയും കൊന്നു. വിരാട രാജാവിന്റെ ഇളയ സഹോദരൻ ശതാനികൻ അക്കൂട്ടത്തിൽ കൊല്ലപ്പെട്ടു. കേതമനും വസുദാനനും കൊല്ലപ്പെട്ടു. പാണ്ഡവപ്പടയുടെ ഒരു വിഭാഗത്തെ ദ്രോണർ നശിപ്പിച്ചു. അപ്പോ ദ്രോണർ ശക്തിയായി തന്നെ പടപൊരുതി പാണ്ഡവ പക്ഷത്തെ തോൽപ്പിച്ച് യുധിഷ്ഠിരനെ പിടിച്ചു കെട്ടണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് അദ്ദേഹം യുദ്ധം ചെയ്തത്. എന്നാൽ ആ സമയം വിരാട രാജാവിന്റെ സഹോദരന്മാരിൽ ഇളയവനായ ശതാനീകൻ കൊല്ലപ്പെട്ടു. പിന്നെ കേതമനും വസുദാനനും ഒക്കെ കൊല്ലപ്പെട്ടു. അപ്പൊ പാണ്ഡവപ്പടയുടെ ഒരു വലിയ വിഭാഗത്തെ തന്നെ ദ്രോണർ നശിപ്പിച്ചു. ദ്രോണർ അജയ്യമായ ഒരു സംഹാര ശക്തിയായിട്ട് മാറി. ഈ സമയം ഭീമൻ മറ്റൊരിടത്ത് നിന്ന് യുദ്ധം ചെയ്യുകയായിരുന്നു. ആ ഭീമൻ ദ്രോണരുടെ പരാക്രമം അറിഞ്ഞ് അവിടേക്ക് എത്തി. അത് കണ്ടിട്ട് ദുഷ്ടദ്രുമനും യുധിഷ്ഠിരനും വളരെ ആത്മവിശ്വാസം ഉണ്ടായി. അവസാനം ദ്രോണരും ഭീമനും തമ്മിൽ യുദ്ധം തുടങ്ങി. പടക്കളത്തിലുണ്ടായിരുന്ന കൗരവ പ്രമാണിമാരും പാണ്ഡവ പ്രമാണിമാരും അവിടെ എത്തി. കൂട്ടത്തിൽ ഘടോൽക്കജനും അവിടെ എത്തി. ഇരുവരും എതിരാളികളുടെ വില്ല് മുറിക്കുകയും സൂതരെ കൊല്ലുകയും ചെയ്തു. എന്നാൽ അപ്പോൾ തന്നെ അത് പരിഹരിച്ച് വീണ്ടും വീണ്ടും അവര് യുദ്ധം തുടർന്നു. ഈ സമയം ദുര്യോധനൻ വലിയ സംഘം ആനപ്പടയോടുകൂടി അവിടെ എത്തി. ഭീമന്റെ ആയോധന പാടവത്തിൽ ആനവപ്പട വെറും പൂനപ്പടയായി മാറി. ഭീമന്റെ കൂർത്തുമൂർത്ത ശരങ്ങളേറ്റ ആനകൾ ചത്തുമലച്ചു. ബാക്കിയുള്ളവ തിരിഞ്ഞോടി.
പിന്നിൽ നിന്ന് സ്വന്തം ആളുകളെ തന്നെ ചവിട്ടി ഞെരിച്ചുകൊണ്ടാണ് അവ പോയത്. പ്രാഗ്ജ്യോതിഷപുരം എന്ന രാജ്യത്തിലെ രാജാവാണ് ഭഗദത്തൻ. അദ്ദേഹത്തിന് ആനപ്പടയിൽ വലിയ കമ്പമാണ്. ഭഗദത്തന്റെ വാഹനം തന്നെ സുപ്രതിക എന്നു പേരുള്ള ഒരു ആനയാണ്. ആ ആനയ്ക്ക് 12,000 ആനകളുടെ ശക്തി ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ദുര്യോധനൻ ആനപ്പടയെ നയിച്ചുകൊണ്ട് ദ്രോണരെ സഹായിക്കാൻ പോകുന്നത് കൊണ്ട് ഭഗദത്തൻ കൗതുകത്തോടെ വീക്ഷിച്ചു നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഭീമൻ ആനപ്പടയെ ഓടിക്കുന്നത് കണ്ട്. ആനപ്പടയിൽ വലിയ വിശ്വാസം ഉണ്ടായിരുന്ന ഭഗദത്തന് അതൊരു വെല്ലുവിളിയായിരുന്നു. അവന്റെ ആ വലിയ ആനപ്പുറത്ത് കയറി അസംഖ്യം മറ്റാനകളെ കൂട്ടി ഭീമസേനനെ എതിർക്കാനെത്തി. ഭീമസേനൻ ഒട്ടും പരിഭ്രമിച്ചില്ല. അവൻ നിരവധി ബാണങ്ങൾ അയച്ചു. ഭഗദത്തൻ അതെല്ലാം വിജയകരമായി തടുത്തു. ഭഗദത്തന്റെ ആന സുപ്രതിക നേരെ മുന്നോട്ടാഞ്ഞ് ഭീമന്റെ തേര് തകർത്തു, കുതിരകളെ കൊന്നു. ഭീമൻ പെട്ടെന്ന് തേരിൽ നിന്ന് ചാടി ഇറങ്ങി. സുപ്രതികയുടെ വാലിൽ പിടിച്ച് കറക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. മുഷ്ടി ചുരുട്ടി ആനയെ ഇടിച്ചു. പക്ഷെ അതൊന്നും ആനയ്ക്ക് ഏശിയില്ല. ഭീമൻ സുപ്രതികയുടെ ആക്രമണത്തിൽ നിന്ന് ഒഴിയാൻ അതിന്റെ പിറകിൽ ഒളിച്ചു. ഒരു സമയത്ത് ആനയുടെ തുമ്പിക്കൈയുടെ പിടിയിൽ അകപ്പെട്ട ഭീമനെ ചവിട്ടിക്കൊല്ലുമെന്ന് പോലും എല്ലാവരും വിചാരിച്ചു. എന്നാൽ ഭീമൻ തന്റെ സകല കഴിവും ഉപയോഗിച്ച് സുപ്രതികയുടെ പിടിയിൽ നിന്ന് അന്നേരം കഷ്ടിച്ച് രക്ഷപ്പെട്ടു. അവൻ ആനയുടെ പിൻകാലുകളുടെ ഇടയിൽ കയറി ഒളിച്ചു. ആന വട്ടം കറങ്ങിയപ്പോൾ ഭീമനും വട്ടം കറങ്ങി. അവിടെ നിൽക്കുന്ന ഭീമനെ ആനയ്ക്ക് ഒരു തരത്തിലും തുമ്പിക്കൈ കൊണ്ട് പിടിക്കാൻ കഴിഞ്ഞില്ല. ഭീമനെ കുറച്ചു നേരത്തേക്ക് കാണാതിരുന്നപ്പോൾ കൗരവർ ഭീമനെ ആന കൊന്നു, ഭീമനെ ആന കൊന്നു എന്ന് ആർത്തു വിളിച്ചു. ഇത് കേട്ട് ദശാർണ രാജാവിനെ ഭഗദത്തനോട് ഏറ്റുമുട്ടാൻ യുധിഷ്ഠിരൻ പറഞ്ഞയച്ചു. അതായത് ഭീമനെ ആ ആന കൊന്നു എന്നറിഞ്ഞപ്പോ ദശാർണൻ എന്ന് പറയുന്ന രാജാവിനെ ഭഗദത്തനോട് എതിർക്കാനായിട്ട് യുധിഷ്ഠിരൻ പറഞ്ഞു വിട്ടു. ദശാർണന് ആനപ്പുറത്ത് ഇരുന്ന് യുദ്ധം ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിന് ആനയ്ക്കും അനേകായിരം ആനകളുടെ ശക്തിയുണ്ട്. ഭഗദത്തനും ദശാർണനെ ഏറ്റുമുട്ടിയപ്പോൾ അത് അവരുടെ ശക്തമായ 2 ആനകളുടെ ആനപ്പോരായി മാറി. ആ പോരിൽ ഭഗദത്തന്റെ സുപ്രതിക ദശാർണന്റെ ആനയെ വീഴ്ത്തി. അതിന്റെ പാർശ്വഭാഗത്ത് കൊമ്പുകൾ ആഴ്ത്തി. ഈ തക്കം നോക്കി ഭീമസേനൻ സുപ്രതികയുടെ കാൽക്കീഴിൽ നിന്ന് സുരക്ഷിതമായ സ്ഥലത്തേക്ക് ഓടി മാറി. ഭീമനെ കണ്ടപ്പോൾ പാണ്ഡവപ്പട ആനന്ദ നൃത്തം ചെയ്തു. കാരണം ഭീമനൊന്നും സംഭവിച്ചില്ല. ഭീമനെ കൊന്നു എന്നാണ്, ആന കൊന്നു എന്നാണ് കൗരവർ ആർത്ത് വിളിച്ചത്. പക്ഷെ ഭീമൻ ഒരു പരിക്കും ഏൽക്കാതെ പാണ്ഡവപ്പടയോട് ചേർന്നപ്പോൾ അവർക്ക് വളരെ സന്തോഷമായി. അപ്പോഴേക്കും ഭീമന്റെ രക്ഷയ്ക്കായി യുധിഷ്ഠിരനും സാത്യകിയും ദൃഷ്ടദ്യുമ്നും മറ്റും ഓടിയെത്തിക്കഴിഞ്ഞു. സുപ്രതിക സാത്യകിയുടെ രഥം ലക്ഷ്യമാക്കി ആഞ്ഞടിച്ചു. അടി കൊള്ളുന്നതിന് മുൻപ് സാത്യകി രഥത്തിൽ നിന്ന് ചാടി ഇറങ്ങി. ആന രഥം ഛിന്ന ഭിന്നമാക്കി. കുതിരകളും ചത്തുവീണു. സാത്യകി ദുഷ്ടദ്യുമ്നന്റെ രഥത്തിൽ കയറി യുദ്ധം തുടർന്നു. അവസാനം പാണ്ഡവരെല്ലാം ചേർന്ന് ഭഗദത്തനെ മറ്റു കൗരവ സൈന്യങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്തി. പാണ്ഡവരുടെ കൂർത്തുമൂർത്ത ശരങ്ങൾ സുപ്രതികയുടെ മുന്നേറ്റത്തെ തകർത്തു. ത്രികർത്തനോടും മറ്റു സംശപ്തകരോടും യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന അർജുനൻ ഭഗദത്തൻ യുദ്ധം ചെയ്യുന്ന സ്ഥലത്ത് ഉയരുന്ന പൊടിപടലവും കോലാഹലവും കണ്ടറിഞ്ഞ് നേരെ അവിടേക്ക് പോകാം എന്ന് വിചാരിച്ചു. ഭഗദത്തന്റെയും അവന്റെ ആനയുടെയും അജയ്യമായ ശക്തി അർജുനന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ആയിരക്കണക്കിന് സംശപ്തകരുടെ പരിഹാസവും പോർവിളിയും മറുവശത്ത് പാണ്ഡവപ്പടയെ നശിപ്പിക്കുന്ന ഭഗദത്തനും ആനയും. അർജുനൻ കുഴഞ്ഞു. പിന്നെ മറ്റൊന്നും ആലോചിച്ചില്ല. ക്ഷുഭിതനായി ബ്രഹ്മാസ്ത്രം കയ്യിലെടുത്തു. അഭിമന്ത്രിച്ചിട്ട് സംശപ്തകരുടെ നേർക്കയച്ചു. ദിവ്യാസ്ത്രത്തിന്റെ ഭീകരത കണ്ട് സംശപ്തകർ യുദ്ധഭൂമിയിൽ നിന്ന് ഓടാൻ തുടങ്ങി. ശേഷിച്ചവർ നിമിഷ നേരത്തിനുള്ളിൽ ഉരുകി മരിച്ചു. ഭഗവാൻ പോലും ഇത് കണ്ട് അത്ഭുത പരതന്ത്രനായി അർജുനനെ പുകഴ്ത്തി. അപ്പോ യുദ്ധം കൊടുമ്പിരി കൊണ്ടോണ്ടിരിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിർത്താം. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം.